എന്റെ സഹോദരൻ വന്ന് പറഞ്ഞില്ല ഞങ്ങളെ അവസ്ഥകളെ കള്ളം പറയാ കള്ളാത് എന്റെ വീടിന്റെ അവസ്ഥ കണ്ടോ. എല്ലാവർക്കും സ്നേഹവന്ദനം. കൊല്ലം ജില്ലയിൽ ചിറക്കര പഞ്ചായത്തിൽ ചിറക്കര വില്ലേജിൽ വാർഡ് നമ്പർ 9 താമസിക്കുന്ന സുധീഷും അൻസ സുധീഷ് 2 കുഞ്ഞുങ്ങൾ, അവരുടെ കഷ്ടതയേറ്റ ഒരു വീഡിയോയാണ് ഇതിന്റെ പിൻപിൽ കാണിക്കുന്നത്. ഈ പഞ്ചായത്ത് ആര് ഭരിക്കുന്നത് എനിക്കറിയില്ല. ഈ കൊല്ലം ജില്ലയിലെ ഈ വില്ലേജിൽ പഞ്ചായത്തിൽ താമസിക്കുന്ന ഭവനം മനുഷ്യരാണ്. 2 കുഞ്ഞുങ്ങൾ പാർക്കുന്ന ഭവനമാണ്. നേരത്തെ ഇതിന് വീഡിയോ പല ന്യൂസ് ചാനലിൽ ചെയ്തിരുന്നു. പക്ഷെ അവരൊന്നും ചെയ്തിട്ട് വലിയ സഹായമില്ലാതിരുന്നപ്പോൾ ഇന്നലത്തെ മഴയിൽ ഉള്ളതും കൂടെ ഒലിച്ചുപോയി. കോഴിക്കുട്ടി പാർത്തിരുന്ന ഒരു ഭവനമാണ് ഇത്. സാമൂഹിക പ്രവർത്തന ജയരാജ് എന്ന് പറയുന്ന ഒരു സഹോദരനാണ് എന്നെ കോൺടാക്ട് ചെയ്ത് പരിചയപ്പെടുത്തുന്നത്. നിങ്ങളിത് ഇവിടെ ഷെയർ ചെയ്യും, നിങ്ങളോട് സഹായിക്കാൻ കഴിയുന്നത് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്റെ പേര് അൻസ സുധീഷ് എന്നാണ്. ഇതിനു മുന്നേ ഫസ്റ്റ് ഒപ്പീനിയനിലാണ് ഫസ്റ്റ് എന്റെ വീഡിയോ ചെയ്തത്. ഞങ്ങൾക്ക് എന്റെ കുഞ്ഞുങ്ങൾക്ക് റൂം വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്റെ കുഞ്ഞുങ്ങൾക്ക് റൂമിന് സഹായിക്കണമെന്ന് പറഞ്ഞ് ഫസ്റ്റ് ഒപ്പീനിയനിലാണ് ചെയ്തത്. അതിന്റെ പുറകില് പിന്നെ വിസ്മയ ന്യൂസ് വന്നു. അതിന്റെ പുറകില് കൈരളി പുള്ളി പേര് എനിക്കറിയത്തില്ല. അവരുടെ ന്യൂസ് കാര്യം വന്ന് 3 ചാനൽ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്തതിന്റെ പുറകിൽ എന്റെ സഹോദരൻ വന്നിട്ട് ഞങ്ങൾ പറയുന്ന കള്ളവാ, ഇവർക്കൊരു സഹായം ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഇതിലുള്ള സഹായം മൊത്തം ഇല്ലാതാക്കി. ഇന്ന് എന്റെ മക്കളെ എന്റെ വീടിന്റെ അവസ്ഥ നിങ്ങളൊന്ന് കാണണം. പറഞ്ഞവരും ഇന്ന് രാവിലെ ഇവിടുന്ന് എല്ലാം അടുക്കളയെല്ലാം പോയി. എന്റെ കുഞ്ഞുങ്ങൾക്ക് കണ്ടായിട്ടെല്ലാം പൊങ്ങി. എന്റെ കുഞ്ഞുങ്ങളെ കിടക്കുന്നിടത്ത് മുഴുവൻ വെള്ളമാണ്. എന്റെ കുഞ്ഞുങ്ങൾക്ക് കിടക്കാമില്ല എന്ന്. എന്റെ കുഞ്ഞുങ്ങളെ തറയിലെ കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. എന്റെ കുഞ്ഞുങ്ങളെ കട്ടിലിൽ വെച്ച് കിടത്താക്കത്തില്ല. എന്റെ കുഞ്ഞുങ്ങളെ കിടക്കുന്ന സ്ഥലമാണ് ഇവിടെ മൊത്തം. ഇന്ന് എന്റെ കുഞ്ഞുങ്ങളെ വെച്ച് കിടത്താൻ ഇല്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് കിടക്കാനില്ലാതെ പോയി. ഇന്ന് എന്റെ അടുക്കള കാണിച്ചു. എന്റെ അടുക്കളയിൽ നിന്ന് കാണിച്ചത് സഹായിക്കാൻ ഞങ്ങളെ വീട് ഉണ്ട്. ഇതിങ്ങ് വീട് ഞങ്ങൾക്ക് വീട് ഇല്ല. നമുക്ക് രൂപങ്ങളും കെട്ടി തന്നാ മതിയായിരുന്നു. ആരെങ്കിലും സഹായിക്കണം. കുഞ്ഞുങ്ങൾക്ക് ആരും വെച്ചെടുക്കുന്ന വെള്ളമായി. ഇതെന്താ സ്റ്റവ് മൊത്തം വെള്ളമായി. ഇന്നലെ വരെ ഇവിടെ നിന്നാക്കി കുഞ്ഞുങ്ങൾക്ക് ആരും വെച്ചത്. അപ്പോഴെല്ലാരും ചോദിച്ചു എങ്ങനെയാ ഈ അടുക്കളയിൽ നിങ്ങളെ ചെയ്യുന്നതെന്ന്. ഇപ്പൊ എന്റെ കുഞ്ഞുങ്ങൾക്ക് വെക്കാൻ ചട്ടിയും പാത്രം, എന്റെ അടുപ്പും എന്റെ അടുക്കളയെല്ലാം പോയി. എന്റെ കുഞ്ഞുങ്ങൾക്ക് ആരും വെച്ചെടുക്കാൻ കൂടെ ഒന്നുമില്ലാണ്ട് എന്റെ അടുക്കള കിടക്കുന്ന പാത്രമെല്ലാം പോയി. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ വെള്ളം എടുക്കാനും പാത്രമില്ല. എന്റെ വേവിക്കാൻ ഇങ്ങോട്ട് ഇടമില്ല. എന്റെ വേറെ ഒന്നുമില്ല. അടുക്കളയെല്ലാം പോയി. എന്നെ എല്ലാവർക്കും മനസ്സിലായ ഞാൻ അൻസ സുധീഷാണ്. ഫസ്റ്റ് ഒപ്പീനിയനിലൊക്കെ വന്ന് ഫസ്റ്റ് ഞങ്ങള് ചാനലിലാണ് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് 2 പൊടി കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത്. ഞങ്ങൾക്ക് റൂം വെച്ച് എല്ലാവരും സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാനാണ്. ഇന്നത്തെ എന്റെ അവസ്ഥയാണിത്. കാറ്റും മഴയും വന്ന ഞങ്ങളുടെ വീടിന് ചോർച്ചയും എപ്പോഴും എന്ത് സംഭവിക്കാന്ന് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത് വിസ്മയ ചാനൽ വന്നു. വിസ്മയക്കാരും വന്ന് അവരിതെല്ലാം കണ്ട് അവരിതിലും വന്നു. എല്ലാരും കണ്ടല്ലേ ഞങ്ങളുടെ ഇന്നത്തെ അവസ്ഥ ഇതാണ്. എന്റെ സഹോദരനായിട്ട് ഞങ്ങൾക്ക് ഒരു സഹായം ചെയ്യരുതെന്ന് പറഞ്ഞു. എന്റെ സഹോദരൻ വന്ന് നിന്ന് ഇതെല്ലാം കണ്ടിട്ട് നീ ഇത് പറഞ്ഞെങ്കിൽ വേണ്ടൂല. ഇതൊന്നല്ല
എന്റെ കണ്ണീരിന്റെ ശാപം നിനക്ക് കിട്ടും. എന്റെ മനസ്സൊന്ന് ഞാൻ പറയാം, എന്റെ മക്കളെ ശാപം നിനക്ക് കിട്ടും. ഞങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ സഹായങ്ങളും നീ ഇല്ലാതാക്കി. ഞങ്ങള് വിസ്മയ ചാനലിൽ ഞാനും മക്കളോട് കണക്ക് ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഭർത്താവും ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞു. ഇതിന് സഹായം ആകെ കിട്ടിയത് സ്നേഹതടലിൽ നിന്നാണ്. പിന്നെ കുറച്ച് പേര് ഒരു 10 രൂപയ്ക്കകത്ത്, അത് 10 രൂപ തികച്ചുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അങ്ങനെ കുറച്ച് പേര് ഞങ്ങളെ സഹായിച്ചു. ഒരു ഇത്തയും ഒരു ചേച്ചി, എനിക്ക് പേരറിയില്ല, ഒരു മാമൻ, പിന്നെ കുറച്ച് പേര് അവരെ കൊണ്ടാവുന്ന ചെറിയ സഹായം. 10 രൂപ തികച്ചു പോലും ഞാൻ കിട്ടിട്ടില്ല. ഞങ്ങൾക്ക് ഒരു സഹായം ഇതുവരെ എങ്ങനെ ആരും കിട്ടിയിട്ടില്ല. ഉണ്ടായിരുന്ന സഹായങ്ങളെല്ലാം ആരും കൊടുക്കരുതെന്ന് പറയാൻ ആളുണ്ടായിരുന്നുള്ളൂ. ഇന്ന് എനിക്ക് അവസ്ഥ കൈ കൂമ്പിടുന്നതിനൊക്കെ അപ്പുറമാണ്. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം വെച്ചു കൊടുക്കാൻ പോലും ഇപ്പം എന്റെ അടുക്കള പോലും എനിക്കില്ല. എന്റെ വീട് കിടന്നുറക്കം, കൊച്ചുങ്ങളെ കിടത്തി ഉറക്കമില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് കിടന്നുറങ്ങാൻ പോലും ഒരിടമില്ല. കണ്ടില്ല, എന്റെ അടുക്കളെല്ലാം പോയി, സഹായിക്കാൻ ആരുമില്ല. എന്റെ മക്കളെ കണ്ണീര് തുടയ്ക്കാൻ പോലും എനിക്ക് പറ്റുന്നത് എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയാം. അയ്യോ എനിക്ക് വയ്യ. ഞാനെങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പോയത് താഴെ വെച്ച് കൊടുക്കും. ബാത്റൂം എന്റെ മൊത്തം പോയി. എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്തല്ലാതെ പോയില്ല. അയ്യോ 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 എല്ലാം പോയി. അയ്യോ എന്റെ കുഞ്ഞുങ്ങൾക്ക് എന്നെ താഴെ വെച്ചെടുക്കില്ലല്ലോ. എല്ലാം പോയി. അയ്യോ എന്റെ വീടെല്ലാം പോയി. അയ്യോ എന്താ ചേച്ചിതാ. എന്റെ സഹോദരൻ വന്ന് പറഞ്ഞില്ല ഞങ്ങളെ അവസ്ഥകളെ കള്ളം പറയാ കള്ളാത്. എന്റെ വീടിന്റെ അവസ്ഥ കണ്ടോ? എല്ലാം സഹായിച്ചോണ്ട് എല്ലാം ഇല്ലാതാക്കില്ലേ. എന്റെ മക്കൾ സ്കൂളിൽ പോകാനില്ല. ഇതിനെല്ലാരും ഇത് മണ്ടക്ക് എന്റെ കുഞ്ഞുങ്ങളെ കണ്ടില്ല. എന്റെ വീടുണ്ട്, എന്റെ കുഞ്ഞുങ്ങളെ കിടക്കട മാമൻ പറഞ്ഞു ഇപ്പൊ മനസ്സിലായ കള്ളം. ഞങ്ങളെ വീട് കണ്ട
സ്വന്തം സഹോദരി എന്റെ ചോദ്യം പറഞ്ഞു എന്നെ എനിക്ക് ചോദിക്കണം. ഞങ്ങള് പറഞ്ഞ കള്ളാണ് നീ എന്റെ വീടിന്റെ അവസ്ഥ വന്ന് നോക്ക്. സ്വന്തം ചോദ്യം ആവശ്യമില്ലാതെ എന്തെല്ലാം വിളിച്ചു നോക്കല്ലോ കൊച്ചുങ്ങളെ അവസ്ഥ. നീ കണ്ടിട്ട് പറയണമായിരുന്നു. നീ ജനങ്ങളോട് പറ, നീ വിളിച്ചു പറ ഞങ്ങളെ സഹായിക്കുന്നേ, ഞങ്ങൾക്ക് ആരും തരണ്ടേന്ന് പറ. വീണ്ടും വീണ്ടും പറ. നിനക്കുണ്ട് 2 മക്കള്, നിനക്കുണ്ട് 2 മക്കള്. എന്റെ ശാപം ഈ മണ്ണിൽ എനിക്ക് ശാപം കിട്ടി. എനിക്ക് സത്യമില്ല. എന്റെ കണ്ണിന് സത്യമുണ്ട്.